സർവകൃപാലുവായ ദൈവം നൽകിയ വിലപ്പെട്ട സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്ന എല്ലായിടങ്ങളിലും എല്ലാ സമയങ്ങളിലും ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവിക സമാധാനവും സ്വസ്ഥതയും അനുഭവിപ്പാൻ ഇടയായി തീർന്നു. 2024 എന്ന വർഷം പിന്നിട്ടു. ഈ 2025 ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ കർത്തൃദിനത്തിൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കൃപാലുവായ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ സാം തോമസ്, സന്നിധരായിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും, വിശേഷാൽ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ വാത്സല്യ സഹോദരൻ സാം തൻ്റെ കുടുംബമായി ഇന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. നാളുകളായി അവർ കുടുംബമായി ദൈവത്തെ ആരാധിപ്പാനും നമ്മോടൊപ്പം ആയിരിക്കാനും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്വർഗത്തിലെ ദൈവം അതിന് അവസരം കൊടുത്തു. കർത്താവിൻ്റെ ദാസൻ അവരെ പിന്നീട് സ്വാഗതം ചെയ്യുന്നതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ 65-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വേദവാക്യം നമുക്കൊന്ന് വായിക്കാം. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാ. ഭീതിപ്പെടേണ്ട, എന്ത് ഭവിക്കുമെന്ന് വിചാരിച്ച് ഉത്കണ്ഠപ്പെടണ്ട. യഹോവയായ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. വിശിഷ്ടാതിഥികളെ സ്വീകരിപ്പാൻ പലയിടങ്ങളിലും അവരെ അലങ്കരിച്ച് സ്വീകരിക്കുന്നത് പതിവാണ്. അലങ്കാരം കാണാൻ മനോഹരമുള്ളതും കേൾപ്പാൻ സന്തോഷമുള്ളതുമായ അനുഭവമാണ് ഈ അലങ്കാരം. ദൈവത്തിന് സ്തോത്രം. ദൈവം സംവത്സരത്തെ അലങ്കരിച്ചിരിക്കുന്നു. ഇത് ആരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ 65-ാം സങ്കീർത്തനത്തിൽ തന്നെയുണ്ട് ഇത് ആരോടാണ്, ആർക്ക് വേണ്ടിയാണ് ദൈവം സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതെന്ന്. 4-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് ദൈവമേ, നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. എന്താണ് അവൻ്റെ ഭാഗ്യകരമായ അവസ്ഥ? ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. ഹല്ലേലൂയ. ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുന്ന ഒരു കൂട്ടർ, അതാരാണ്? ദൈവം തമ്പുരാൻ ആലയത്തിൽ പാർക്കേണ്ടതിന് വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൃപയാൽ വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന്, വിവിധ നിലകളിൽ ബന്ധിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവായ യേശു തന്റെ കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞതായ തിരുരക്തം ഹേതുവാൻ പല നിലകളിൽ നിന്നും വെമ്പര വിമോചിതരായി ആലയത്തിൽ പാർക്കേണ്ടതിന് വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുവാനിടയായി തീർന്നല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ ആലയത്തിലെ നന്മ കൊണ്ട് അവർ തൃപ്തന്മാരാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഒരു കാര്യം ഓർപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. നമ്മുടെ വാത്സല്യ സഹോദരൻ സന്തോഷത്തിന് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. സാധാരണ താൻ ഇരിക്കുന്ന ആ പൊസിഷനിൽ ഇരുന്നതുകൊണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ചില നാളുകൾക്ക് ശേഷം, ട്രീറ്റ്മെൻറ്റിനൊക്കെ ശേഷം സൗഖ്യത്തോടെ കർത്താവ് ക്ഷേമത്തോടെ നമ്മുടെ മധ്യത്തിൽ കൂട്ടി വരുത്തി.
ഇവിടെയുള്ള എല്ലാ ദൈവമക്കളും കർത്തൃദാസന്മാരും പ്രിയപ്പെട്ടവർ വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ആയുസ്സോടെ ഇന്ന് വരെ നിർത്തി നമ്മുടെ മധ്യത്തിൽ ആരാധനയ്ക്കായി കൂട്ടിവരുത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകുന്നത് ആരാണ്? ദൈവം ആലയത്തിൽ പാർക്കേണ്ടതിന് തെരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ഉള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമായ ആലോചനയാണ് അവൻ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 92 സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം, അവിടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുക. ആരാണ് ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുന്നത്? യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിലെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുന്നു. 92 സങ്കീർത്തനം അതിന് 13 വാക്യം. യഹോവയുടെ ആലയത്തിൽ നടുതലയാണെങ്കിൽ നിശ്ചയം പ്രാകാരങ്ങളിൽ തഴയ്ക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അവരെ നന്മ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അവർ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ദൈവം മാനുഷിക കണക്കുകൂട്ടുകളിൽ ഒരു നന്മയും അനുഭവിപ്പാൻ സാധ്യതയില്ലാത്ത ഇടത്താണല്ലോ ഞാനും നിങ്ങളും ആയിരിക്കുന്നെന്ന് ഒരുപക്ഷെ ചിന്തിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി നടത്തും. അതാണ് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാനത്തെ വാക്യം. ഹല്ലേലൂയ. 5-ാം വാക്യം, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. നോക്കണേ, ഞാനും നിങ്ങളും നന്മ അനുഭവിക്കേണ്ടതിന്, അഥവാ യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലേക്ക് നമ്മെ വിളിച്ചടുപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ, ഈ വിളിച്ചടുപ്പിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തി ലാഭിക്കേണ്ടതിന് വേണ്ടി, ഈ അലങ്കരിക്കപ്പെട്ട നന്മകൾ നമുക്ക് അനുഭവിക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്നു. നോക്കണേ, നമ്മുടെ കണക്കൂട്ടുകളിലപ്പുറം ദൈവം പ്രവർത്തിക്കുമെന്ന്, നമ്മുടെ ചിന്താമണ്ഡലത്തിലപ്പുറം ദൈവം പ്രവർത്തിക്കുമെന്ന്, നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഉത്കണ്ഠപ്പെടണ്ടെന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം അത്ഭുതകരമായ വണ്ണം പ്രവർത്തിക്കും. കാരണം ദൈവത്തിന് സ്റ്റെപ്പ് വെക്കുവാൻ നമ്മളൊരു ഇടം കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുവാൻ കാണിച്ചു തരാനില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും ഭാരപ്പെടണ്ട. എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നതും ഞാൻ ഇതിനു മുമ്പ് ഏതോ സന്ദർഭത്തിൽ വായിച്ചിട്ടുള്ളതുമായ ഒരു വേദവാക്യമുണ്ട്. ഈ 74-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം ഞാൻ അണ്ടർലൈൻ ഇട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വേദവാക്യമാണ്. മനോമണ്ഡലത്തിലും. ഹല്ലേലൂയ. ദൈവമേ, ശൂന്യതയാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരിടം കാണിച്ചു തരുവാൻ, ഒരു വഴി കാണിച്ചു തരുവാൻ എനിക്കില്ല. എൻ്റെ ദൈവമേ, നിത്യശൂന്യതയിലേക്ക് അവിടുത്തെ കാലടി വെക്കണമേ എന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിത്യശൂന്യങ്ങളിലേക്ക്. അപ്പൊ ശൂന്യങ്ങളിൽ കാലടി വെക്കുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. മനസ്സിലായോ? ദൈവത്തിന് നിങ്ങളുടെ സ്വന്തം ഒന്നുമില്ല. എൻ്റെ ദൈവത്തിന് ശൂന്യത്തിൽ നടക്കാൻ കഴിയും. എൻ്റെ ദൈവത്തിന് ശൂന്യതയിൽ നിൽക്കാൻ കഴിയും. എൻ്റെ ദൈവത്തിന് ശൂന്യതയിൽ നടന്നു വന്ന് എന്നെ താങ്ങുവാൻ കഴിയും. പല മേഖലകളിൽ നിന്നും എന്നെ വിടുവിക്കുവാനും രക്ഷിക്കാൻ കഴിയും. ശൂന്യതകളിൽ മേൽ പാദങ്ങളെ ചലിപ്പിക്കണമെന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ദൈവം പ്രവർത്തിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയായ ദൈവം സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നെന്ന്. എനിക്ക് ആ വാക്യം വലിയ ഇഷ്ടമാണ്.
അതേത് സങ്കീർത്തനത്തിലാ? 126 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയുള്ളൊരു വിഷയമല്ല. വിവിധ ഇടങ്ങളിലേക്ക് ചിതറപ്പെട്ട് ഇസ്രായേൽ ജനം BC 606 ബാബേലിൽ നിന്ന് നെബൂഖദ്നേസർ വന്ന് യഹോയാക്കാം രാജാവിന്റെ 3-ാം ആണ്ടിൽ അവരെ വന്ന് പിടിച്ചുകൊണ്ട് പോയി. ശേഷിച്ചവരെ സൽമനസർ ബദ്ധനസ്ഥരാക്കി കൊണ്ടുപോയി. വിവിധ ഇടങ്ങളിൽ പ്രവാസികളായി അവർക്ക് അടിമവേല ചെയ്യേണ്ടി വന്നു. ഇവർക്കൊരു വിടുതൽ കിട്ടുമോ? പിന്നീട് ഇതൊരു പ്രവചനീയമായ വാക്യമായി. AD 70 യെരൂശലേം നാശത്തിൽ ഭൂലോകം മുഴുവൻ ചിന്നിച്ചെതറിപ്പോയി. അവര് ഒരു കാരണവശാലും അവർക്ക് അവരുടെ പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്ത, അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത പലസ്തീൻ നാട് സ്വന്തമാക്കാൻ കഴിയുമോ? ഇല്ല എന്നെല്ലാവരും ചിന്തിച്ചു. പക്ഷേ യഹോവയായ ദൈവം പഴയ നിയമ കാലഘട്ടത്തിലും പിന്നീടും തൻ്റെ ജനമായ ഇസ്രായേലിനെ മടക്കി വരുത്തി. അതാ സിയോന്റെ പ്രവാസികളെ ദൈവം തിരിച്ചു വരുത്തിയപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം പല നന്മകളും ചെയ്യുമ്പോൾ അത് സ്വപ്നം കാണുന്നതിന് തുല്യമായിട്ട്, അയ്യോ ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഞാൻ വിചാരിച്ചതല്ല, ഞാൻ കണക്ക് കൂട്ടിയതല്ല, എനിക്ക് ഉത്തരം കിട്ടിയതല്ല, ഇങ്ങനെ ഒരു അത്ഭുതകരമാമണ്ണം ക്രിയാത്മകമാമണ്ണമുള്ള ഒരു പ്രവൃത്തി ദൈവമേ നീ ചെയ്തല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുവാനിടയായി. നിത്യശൂന്യങ്ങളിൽ മേൽ പാപങ്ങളെ ചലിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഓരോ വർഷങ്ങളിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ലോകത്തിൽ നേരിടുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു വിഷയമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെയൊക്കെ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ സേഫ് സോണിലാണ്. പക്ഷെ ഒരു കാര്യം, ആലയത്തിലായിരിക്കണം. ഒരു കാര്യം, ദൈവം ആലയത്തിൽ പാർക്കേണ്ടതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിലായിരിക്കണം. ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ആ ഭുജങ്ങളിൽ നമ്മളായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഭയപ്പെടണ്ട, അല്ലെങ്കിൽ ഭയപ്പെട്ടു പോകും. കാരണം എന്നാണെന്നറിയാമോ? ഈ വാക്യം ഒന്ന് വായിക്കണേ. ഇരമ്യാ പ്രവചനം 51:46 ബൈക്കിൽ കൂടെ വായിച്ചാൽ സന്തോഷമാണ്. ആ ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടുകയും വരുത്. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ട് ഒരാണ്ടിൽ ഒരു വർത്തമാനം, പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനം കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ ദേശത്ത് പെരുകുമ്പോഴും തീർന്നില്ല. അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്, ഭയപ്പെടുകയും വരുത്. കാരണം നിങ്ങൾ സേഫ് സോണിലാണ് കേട്ടോ. നിങ്ങൾ ഭയപ്പെടണ്ടെന്ന്. ഒരാണ്ടിൽ ഒരു വർത്തമാനം കേൾക്കും, മറ്റേ ആണ്ടിൽ അതിനേക്കാൾ ഭയങ്കരമായ മറ്റൊരു വർത്തമാനം കേൾക്കും. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേൾക്കുമ്പോൾ ഭയപ്പെടുവാൻ സാധ്യതയുള്ളതായ വിഷയങ്ങൾ, സാഹസകൃത്യങ്ങൾ അത് പെരുകുക തന്നെ ചെയ്യും. രാഷ്ട്രീയ ഭരണം മാറി മാറി വന്നാലും, ആഭ്യന്തര വകുപ്പുകൾ മാറി മാറി വന്നാലും സാഹസകൃത്യങ്ങൾക്കൊന്നും ഒരു കുറവും വരിക. അധിപതിയായവനെ വിരോധമായി എഴുന്നേൽക്കും. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ധൈര്യം നിങ്ങൾ ക്ഷയിച്ചു പോകരുത്, നിങ്ങൾ ഭയപ്പെടുകയും വരുത്. ആലയത്തിൽ പാർക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധിയിൽ ജീവിതത്തെ സൂക്ഷിച്ചാൽ ശത്രുവിന് തൊടാൻ കഴിയുകയില്ല. എൻ്റെ പ്രസംഗത്തെ ശത്രുവിന് പേടിയൊന്നുമില്ല. പിന്നെ സ്തോത്രം, എൻ്റെ കുടുംബത്തെയോ കുടുംബശ്രേഷ്ഠതയോ സാത്താന് പേടിയൊന്നുമില്ല. ഞാൻ പെന്തിക്കോസ് ആയതുകൊണ്ട് പിശാചിന് പേടിയൊന്നുമില്ല. പക്ഷെ ഞാൻ വിശുദ്ധനാണ്, ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ പിശാച് അടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനും നിങ്ങൾ ക്രിസ്തുവിൽ വിശുദ്ധരാകുവാനും ക്രിസ്തുവിലായിരിക്കാനും കഴിയുന്ന പക്ഷം നമ്മൾ സേഫ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവമോ സംവത്സരത്തെ ബാക്കി പറയാവോ നന്മ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.